അന്താരാഷ്ട്ര ടി20 ക്രിക്കറ്റിൽ നേരിടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ബൗളർ ആരാണ്? ചോദ്യം ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയോടായിരുന്നു. അല്പനേരം പോലും ആലോചിക്കാൻ സമയമെടുത്തില്ല. അതിവേഗം ഉത്തരമെത്തി. സുനിൽ നരൈൻ. IPL ക്രിക്കറ്റ് ചരിത്രത്തിലെ മികച്ച താരം ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അധിക ദൂരം പോകേണ്ടതില്ല. വങ്കനാട്ടിലെ ഈഡൻ ഗാർഡൻ വരെ പോയി വന്നാൽ ഉത്തരം കിട്ടും. വെസ്റ്റ് ഇൻഡീസ് താരം സുനിൽ നരൈൻ എന്ന്. 2012 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരമായാണ് സുനിൽ നരൈൻ IPL-ൽ കളിച്ചു തുടങ്ങിയത്. പിന്നീടിങ്ങോട്ട് ടീമിന്റെ പ്രതിസന്ധി കാലത്തെല്ലാം വിശ്വസ്തനാണ് താരം. നരൈന്റെ പ്രകടനത്തിന് മികച്ച മാർക്ക് നൽകുകയാണ് മുൻ താരങ്ങളും ക്രിക്കറ്റ് നിരീക്ഷകരും. കഴിഞ്ഞ ദിവസവും നരൈന്റെ പ്രകടനമാണ് കൊൽക്കത്തയെ വിജയത്തിലേക്ക് നയിച്ചത്. പ്ലേ ഓഫിലേക്കുള്ള സാധ്യതയും അവിടെ തുറക്കുകയായിരുന്നു. മുംബൈക്കെതിരായ മത്സരത്തിൽ കളിയിൽ തിളങ്ങിയതും നരൈനാണ്. മനീഷ് പാണ്ഡെ, സുനിൽ നരൈൻ. ആരായിരിക്കണം കളിയിലെ താരം? മുംബൈക്കെതിരെ 45 റൺസ് എടുത്ത മനീഷ് പാണ്ഡെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ കളിയിലെ താരമായത്. എന്നാൽ അതേ മത്സരത്തിൽ 4 ഓവറിൽ വെറും 13 റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് എടുത്ത് മുംബൈയുടെ മുനയൊടിച്ച സുനിൽ നരൈനെ തഴഞ്ഞത് ശരിയാണോ എന്നാണ് ക്രിക്കറ്റ് പ്രേമികളുടെ ചോദ്യം. 33 പന്തിലാണ് മനീഷ് പാണ്ഡെ 45 റൺസ് എടുത്തത്. ഈ സീസണിൽ അദ്ദേഹം ആദ്യമായാണ് ബാറ്റേന്തി റൺസ് കുറിക്കുന്നതും. നിർണായക മത്സരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രകടനമെന്നത് മാറ്റുകൂട്ടുന്നു. ഫിൻ അലനും കാമറൂൺ ഗ്രീനും തകർന്നയിടത്ത് അജിങ്ക്യ രഹാനയ്ക്ക് കൂടുതലൊന്നും ചെയ്യാനാകാത്ത മത്സരത്തിൽ മനീഷ് പാണ്ഡെയും റോമൻ പവലുമാണ് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത്. ഇരുവരും ചേർന്ന 4ാം വിക്കറ്റ് കൂട്ടുകെട്ട് 48 പന്തിൽ 64 റൺസ് എടുത്തു. വിജയത്തിൽ നിർണായകമായതും ഈ കൂട്ടുകെട്ട് തന്നെ. എന്നാൽ മത്സരത്തിൽ പന്തുകൊണ്ട് തിളങ്ങിയ നരൈന്റെ മാജിക്ക് കാണാതെ പോകരുതെന്നാണ് മറ്റൊരു പക്ഷം. മുംബൈക്കെതിരായ മത്സരത്തിൽ മിഡിൽ ഓവറുകളിലാണ് സുനിൽ നരൈൻ തന്റെ മാന്ത്രികത കാണിച്ചത്. എതിരാളികളായെത്തിയ ബാറ്റർമാരുടെ ദൗർബല്യങ്ങളെ മനസ്സിലാക്കി ജാഗ്രതയോടെ പന്തെറിഞ്ഞതോടെ റൺസ് എടുക്കാനാകാതെ മുംബൈ ബാറ്റർമാർ സമ്മർദ്ദത്തിലായി. 16 ഡോട്ട് ബോളുകളാണ് സുനിൽ നരൈൻ കളിയിൽ എറിഞ്ഞത്. തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, കോർബിൻ ബോഷ് എന്നിവരെ തന്റെ ഓവറുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിക്കാതെ ചെറുത്തു നിർത്തി. തന്റെ പരിചയസമ്പന്നതയെ കൃത്യമായി വിനിയോഗിക്കാനും ബാറ്റർമാരുടെ വേഗത്തെ തളയ്ക്കാനും അദ്ദേഹത്തിനായി. നരൈന്റെ ഓവറുകളിൽ തിലക് വർമ്മ തീർത്തും അസ്വസ്ഥനായിരുന്നു. നരൈന്റെ കൈയുടെ വ്യതിയാനം മനസ്സിലാക്കാനാകാതെ അദ്ദേഹം വിയർത്തു. പലപ്പോഴും ക്രീസിൽ വേരൂന്നിയാണ് തിലക് വർമ്മ ബാറ്റ് ഏന്തിയത്. ഒരു ഘട്ടത്തിലും മുംബൈ ബാറ്റർമാർക്ക് ആനുകൂല്യം നൽകാതെയാണ് സുനിൽ നരൈൻ മിഡിൽ ഓവറുകളിൽ തിളങ്ങിയത്. മുംബൈക്കെതിരെ 8ാം ഓവറിലാണ് അദ്ദേഹം പന്തുമായി എത്തിയത്. പവർ പ്ലേയിൽ തകർന്ന മുംബൈയുടെ തകർച്ച അവിടെ നിന്ന് അങ്ങോട്ട് പൂർണ്ണതയിലേക്ക് കടക്കുകയായിരുന്നു. ആ ഓവറിൽ തിലക് വർമ്മയെയും ഹാർദിക് പാണ്ഡ്യയെയും വെറും 7 റൺസിൽ ഒതുക്കി. 10ാം ഓവറിൽ വെറും 3 റൺസാണ് വഴങ്ങിയത്. 12ാം ഓവറിൽ തിലക് വർമ്മ ഒരു സിക്സർ നേടി. പക്ഷേ ബാക്കി പന്തുകളിലൊന്നും റൺസ് എടുക്കാനായില്ല. എല്ലാം ഡോട്ട് ബോളുകൾ. 16ാം ഓവറിലാണ് നരൈന്റെ പന്തിൽ ഹാർദിക് പാണ്ഡ്യ ക്ലീൻ ബൗൾഡ് ആകുന്നത്. പിന്നീടെത്തിയ കോർബിൻ ബോഷിനെ ക്രീസിൽ നിർത്തി എറിഞ്ഞത് 4 ഡോട്ട് ബോളുകൾ. മധ്യ ഓവറുകളിലെ സുനിൽ നരൈന്റെ പ്രകടനം ടീമിന് കനത്ത ആഘാതമായി. നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ 147 റൺസിൽ ഒതുങ്ങി. അല്ല, സുനിൽ നരൈനും സംഘവും ഒതുക്കി എന്നതാണ് ശരി. മുംബൈക്കെതിരായ മത്സരത്തിൽ സുനിൽ നരൈൻ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് തന്റെ സാന്നിധ്യവും പ്രസക്തിയും. IPL ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച താരമെന്ന ഖ്യാതി അദ്ദേഹത്തിന്റെ പേരിൽ ഉറച്ചു നിൽക്കുമെന്നുറപ്പ്. 37-കാരന്റെ പ്രകടനം ഇവിടെ മനോഹരമാകുന്നു.